നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർ പ്രധാനമായി അല്ലെങ്കിൽ കേരള ജനത പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് പണമില്ലേ, ഇങ്ങനെ ജനങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് അവരിൽ നിന്ന് പണം പിരിക്കാൻ. പ്രധാനമായും ഉയരുന്നത് തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ്റെ മെസ്സേജാണ്. 5 രൂപയായാലും 2 രൂപയായാലും 10 രൂപയായാലും അത് തനിക്ക് നൽകി ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന ഒരു സന്ദേശം. ആ സന്ദേശത്തിൽ ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ആരെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അയച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണ ആയുധം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ പണം വാങ്ങാൻ വേണ്ടി CPI മുതിരുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഇവിടെ ഉയരുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രന്റെ വാട്സപ്പ് സന്ദേശം തുടങ്ങുന്നത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ തിരുവനന്തപുരം ശാഖയിലേക്കാണ് പണം അയക്കേണ്ടത്. ഗൂഗിൾ പേ നമ്പറും നൽകിയിട്ടുണ്ട്. പാർട്ടി മെമ്പറായിട്ടുള്ളവർ 200 രൂപയെങ്കിലും മിനിമം അയക്കണം. അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ 5 ആയാലും 10 ആയാലും. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. സുഹൃത്തുക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വാട്സപ്പിൽ അഭ്യർത്ഥനയിട്ടത്. എന്നാൽ സുഹൃത്തുക്കൾ വഴി സമൂഹ മാധ്യമങ്ങളിലും ധനാഭ്യർത്ഥന പ്രചരിച്ചു. ഭരിക്കുന്ന പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമിറക്കാൻ കഴിയില്ലേ എന്ന ആക്ഷേപങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനൊപ്പം ഇതല്ലാതെ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗമില്ലെന്നാണ് പന്ന്യന്റെ വാദം. തെരഞ്ഞെടുപ്പിന് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പണപ്പിരിവ്. എതിരെ നിൽക്കുന്ന ഇരു മുന്നണികളും വികസനം വാഗ്ദാനം ചെയ്ത് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പന്ന്യൻ ദാരിദ്ര്യം വിളമ്പി ട്രാക്ക് മാറ്റിപ്പിടിക്കുകയാണെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും CPMഉം CPIയും അടിച്ചുമാറ്റിയ പണം എവിടെയെന്നാണ് സാധാരണ വോട്ടർമാരുടെയും ചോദ്യം. ജനം, തിരുവനന്തപുരം.